ഹലോ ക്യൂട്ടീസ്. അപ്പോൾ നോർമലി ഉള്ള എൻ്റെ ഡയറ്റ് ഞാൻ ബ്രേക്ക് ചെയ്ത് ഇന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഹംഗ്രി മൃണാളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മൃണാളിൻ്റെ വീഡിയോസ് അങ്ങനെ കണ്ടിട്ടില്ല, സോ എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. എനിവേ ഓഫീസിലെ സാറുമാരൊക്കെ ആയിട്ടാണ് പോയത്. ആൻഡ് ഇവിടെ നമ്മൾ ക്യൂ നിന്ന് ടോക്കണൊക്കെ എടുത്ത് കുറേ നേരം 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഫുഡ് എത്തിയത്. ആൻഡ് ഞാൻ വാങ്ങിച്ചത് ബിരിയാണിയാണ്. ബിരിയാണി വാസ് കൈൻഡ് ഗുഡ്, നോട്ട് എനിക്ക് ഭയങ്കര അങ്ങനെയല്ല, ഗുഡ് ബിരിയാണി അത്രേ ഉള്ളൂ. എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇവിടെ ഊണൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ നമ്മൾ എന്ത് കറി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പിന്നെയും ക്യൂ നിന്ന് വാങ്ങിക്കണം, മനസ്സിലായോ? അപ്പോൾ നമുക്ക് കുറച്ച് പുളിശ്ശേരി വേണം, കുറച്ച് സാമ്പാർ വേണം എന്ന് പറഞ്ഞാൽ പിന്നെയും പോയിട്ട് വാങ്ങിക്കണം. എല്ലാം ഇച്ചിരി ഇച്ചിരിയായിട്ടേ കിട്ടത്തുള്ളൂ. അതാണ് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. ആൻഡ് എക്സ്ട്രാ ഓരോ കറിക്കാണെങ്കിൽ കൂടി നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. സോ ദ റെസ്റ്റോറൻറ്റ്സ് വാസ് കൈൻഡ് ഓക്കെ ഒരു 4 out of 10. ഞാൻ അങ്ങനെ സ്റ്റുഡിയോയിൽ വന്നപ്പം കുറേ സാധനങ്ങൾ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഒരു ചേച്ചീൻ്റെ ആരോ റിലേറ്റീവ് ആരോ ജപ്പാനിൽ പോയി വന്നപ്പം ഒരു കപ്പ് കൊണ്ടുവന്ന്. കപ്പാണെന്ന് വെച്ചാൽ കപ്പാണ് എനിക്ക് തോന്നുന്നത്, പക്ഷേ ഇതിനകത്ത് എന്തെങ്കിലും കിട്ടി വെക്കാം, കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഇതുണ്ടായിരുന്നത് ജപ്പാനിലെ എന്തോ ഗ്രീൻ ടീ ആണ്. എനിക്കൊന്നും വായിക്കാൻ അറിയത്തില്ല, സോറി. അപ്പം ഇത് നമ്മൾ ഗ്രീൻ ടീ ഉണ്ടാക്കിയിട്ട് ഇതിൽ ഒഴിച്ച് ഞാൻ കുടിക്കും. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എന്നിട്ട് നമുക്ക് പറയാം എങ്ങനെയുണ്ട് ഗ്രീൻ ടീ, ജപ്പാനിലെ ഗ്രീൻ ടീ നല്ലതാണോ എന്ന്. പിന്നെ കിരൺ ചേട്ടൻ മുംബൈയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വരുമ്പോൾ ഒരു കപ്പ് കൊണ്ടുവന്നു, എനിക്കൊരു എസ്തെറ്റിക് കപ്പ് കൊണ്ടുവന്നു. ഐ വിൽ ഷോ യു ഗൈസ്. ഇത് പൊട്ടാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, പിങ്കി കപ്പ് വിത്ത് ഈ ഗ്ലാസിൻ്റെ സ്ട്രോ. ഞാൻ കുറേ നാളായി ഇങ്ങനെ ഈ വ്ളോഗൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര എസ്തെറ്റിക് ആയിട്ട് ഇങ്ങനത്തെ കപ്പിലിങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു. ഐ ഗോട്ട് ഇറ്റ്, താങ്ക് യു. പിന്നെ കിരൺ ചേട്ടൻ എനിക്ക് കൊണ്ടുവന്നതാണ് ദിസ് ബാഗ്. ഞാൻ കുറേ നാളായിട്ട്, ഇന്നലെ ഞാൻ മാക്സിൽ പോയപ്പോൾ വരെ ഞാൻ വിചാരിച്ചത് ഈ ബാഗ് എനിക്ക് വാങ്ങിക്കണം എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ വേസ്റ്റിൽ ഇടാൻ പറ്റുന്ന, ഇങ്ങനെ ക്ലോസ് ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ബാഗില്ലേ, ഇങ്ങനെ ഇപ്പം ഇങ്ങനെ എയർപോർട്ടൊക്കെ പോയിട്ട് ഇങ്ങനെ ലുക്കൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇടാൻ പറ്റിയ ഒരു ടൈപ്പ് ബാഗ്. സോ കിട്ടിയിരിക്കുന്നു, താങ്ക് യു. ആൻഡ് പിന്നെന്തായിരുന്നു, പിന്നെ ഞാൻ കുറേ ദിവസം മുമ്പ് ഞാൻ സവാനിൽ നിന്ന് ഓർഡർ ചെയ്തൊരു സാധനമായിരുന്നു ഈ ഒരു വേസ്റ്റ് ചെയിൻ. ഇതിപ്പോൾ ട്രെൻഡി ആയിട്ടുള്ള വേസ്റ്റ് ചെയിൻ ആണ്. വേസ്റ്റ് അല്ല, നമ്മൾ ജീൻസിൻ്റെ ബെൽറ്റ് ഇടുന്ന അവിടെ ഇടുന്ന ചെയിൻ അല്ലേ, ആ ഒരു ചെയിൻ. ഇതിൻ്റെ റേറ്റ് ഞാൻ സൈഡിൽ കൊടുക്കാൻ എനിക്ക് ഓർമ്മയില്ല. പിന്നെ അതിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻറ്റ് ഇട്ടോളാം, അപ്പോൾ ഞാൻ ലിങ്ക് അയച്ചു തരാം. പിന്നെന്താ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്.